ഓക്കെ. മോന്റെ ബർത്ത്ഡേ വെച്ചിട്ട് ഒരു മാജിക് സ്ക്വയർ നമ്പർ ഇന്ന് മോനെ പഠിപ്പിച്ചു തരാം. ഓക്കെ. ഓക്കെ. മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 5/8/2013. 5 ഡേറ്റ്, മന്ത് 8, ഇയർ 2013. 20 സെപ്പറേറ്റ്, 13 സെപ്പറേറ്റ്. ഇത് വെച്ചിട്ട് ഒരു മാജിക് സ്ക്വയർ നമ്പർ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ നമ്മൾ ഈ നമ്പർ ഡേറ്റ്, മന്ത്, ഇയർ ആഡ് ചെയ്താൽ 5 + 8 + 20 + 13. 5 + 8 13. 13 + 13 26. 26 + 20 46. അപ്പം ഫസ്റ്റ് കോളം നമ്മൾ ആഡ് ചെയ്താൽ 46 കിട്ടി. സെക്കൻഡ് കോളം 14 + 19 + 5 + 8 46 ആണ്. തേർഡ് കോളം 6 + 7 + 15 + 18 46 ആണ്. 21 + 12 + 6 + 7 46 ആണ്. ഇനി നമ്മൾ ഇതിനെ താഴേക്ക് ആഡ് ചെയ്താൽ 5 + 14 + 6 + 21 46 ആണ്. 8 + 19 + 7 + 12 46. 20 + 5 + 15 + 6 46. ഓൾസോ 13 + 8 + 18 + 7 46. ഇവിടെ 4 കോർണറിലെ നമ്പർ 5 + 13 + 7 + 21 46. മിഡിലിലെ 4 നമ്പർ ആഡ് ചെയ്താലും 46 തന്നെ. ഇവിടെ ഈ സൈഡിലെ 2 നമ്പറും ഈ സൈഡിലെ 2 നമ്പറും ആഡ് ചെയ്താൽ 14 + 8 + 18 + 6 46. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 20 + 8 + 6 + 12 46. ഇനി കോർണർ വൈസ് നോക്കിയാൽ 5 + 19 + 15 + 7 46. ഈ കോർണർ 21 + 7 + 5 + 13 46. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഇതേപോലെ നമുക്ക് ഏത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടും നമുക്ക് ഇതേപോലെ മാജിക് സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു അൽഗോരിതമാണ് ഇത്. ഡേറ്റ് എ, മന്ത് ബി, ഇയർ സി ആൻഡ് ഡി ആയിട്ട് എഴുതിയാൽ ഈ ഒരു അൽഗോരിതം വെച്ചിട്ട് നമുക്ക് ഏതൊരു നമ്പറും മാജിക് സ്ക്വയറിലാക്കാൻ പറ്റും. ഓക്കെ. മോൻ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞ് മോന്റെ ഫ്രണ്ട്സിന്റെയോ ആരുടെയെങ്കിലും 2 2 3 3 2012. 2012. ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു മാജിക് സ്ക്വയർ നമ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 2 ആണ്. നെക്സ്റ്റ് നമ്പർ നമുക്ക് വരണമെങ്കിൽ ഇവിടെ ഇതിനെ എ ബി സി ഡി കോളത്തിലാക്കി നെക്സ്റ്റ് ഡി + 1. ഡി എന്ന് പറയുന്നത് 12 ആണ്. 12 + 1 13. നെക്സ്റ്റ് സി -1. 20 - 1 19. നെക്സ്റ്റ് ബി -3. ബി എന്ന് പറയുന്നത് 3 ആണ്. 3 - 3 0. നെക്സ്റ്റ് എ + 3. എ എന്ന് പറയുന്നത് 2 ആണ്. 2 + 3 5. അടുത്തത് ബി -2. ബി എന്ന് പറയുന്നത് 3 ആണ്. 3 - 2 1. നെക്സ്റ്റ് എ + 2. എ 2 ആണ്. 2 + 2 4. നെക്സ്റ്റ് ഡി + 2. ഡി 12. 12 + 2 14. നെക്സ്റ്റ് സി -2. 20 - 2 18. സി + 1. സി 20. 20 + 1 21. ഡി -1. 12 - 1 11. നെക്സ്റ്റ് എ + 1. 2 + 1 3. ലാസ്റ്റ് ബി -1. 3 - 1 2. ഈ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്താൽ 2 + 3 5 + 20 25. 25 + 12 37. 13 + 19 32. 32 + 5 37. 1 + 4 5 + 14 19 + 38 37. 21 + 11 + 3 + 2 37. ഇനി താഴേക്ക്
2 plus 13 15 plus 1 16 plus 21 37. സെക്കൻഡ് താഴേക്ക് ആഡ് ചെയ്താൽ തേർഡ് വൺ താഴേക്ക് ആഡ് ചെയ്താൽ ലാസ്റ്റ് വൺ താഴേക്ക് ആഡ് ചെയ്താൽ 37. ഇനി കോർണർ 2 plus 12 plus 2 plus 27 21 37. കോർണർ ആഡ് ചെയ്താലും 37, ഇവിടെ കോർണർ ആഡ് ചെയ്താലും 37. ഇതിലൊരു കൺഫ്യൂഷൻ വരും. ഇത് വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിലോ, മന്ത് ജാനുവരി ഉണ്ട് ഫെബ്രുവരി വന്നാലോ, ഇവൻ ജാനുവരി ആണെന്ന് വിചാരിക്കുക. ഇവിടെ 1, ഇവിടെ 2 1 2012. 2 എന്ന് പറയുന്നത് ഡേറ്റ്, 1 എന്ന് പറയുന്നത് മന്ത് ജാനുവരി 2012. ഇവിടെ കാൽക്കുലേഷനിൽ ചെറിയ ചേഞ്ച് വരും. ഫസ്റ്റ് ഡി പ്ലസ് 1, ഡി 12 ആണ്, 12 plus 1 13. സെക്കൻഡ് സി മൈനസ് 1, 20 minus 1 19. അടുത്തത് ബി മൈനസ് 3, ബി എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, 1 minus 3 minus 2 വരും, -2. അടുത്തത് എ പ്ലസ് 3, എ സെയിം തന്നെ 2 plus 3 5. നെക്സ്റ്റ് കോളത്തില് ബി മൈനസ് 2, ബി മൈനസ് 2, ബി എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, 1 minus 2 minus 1. സെക്കൻഡ് എ പ്ലസ് 2, 2 plus 2 4. അടുത്തത് ഡി പ്ലസ് 2, ഡി 12 plus 2 14. നെക്സ്റ്റ് സി മൈനസ് 2, സി 20 minus 2 18. നെക്സ്റ്റ് സി പ്ലസ് 1, സി 20 plus 1 21. ഡി മൈനസ് 1, ഡി 12 ആണ്, 12 minus 1 11. ഇവിടെ എ പ്ലസ് 1, എ 2 ആണ്, 2 plus 1 3. ഇവിടെ ബി മൈനസ് 1, ബി 1 ആണ്, 1 minus 1 0. അപ്പോൾ ഇവിടെ വരുന്ന സമ്മ് 2 plus 1 3, 3 plus 20 23, 23 plus 12 35. സെക്കൻഡ് ആഡ് ചെയ്താൽ 13 plus 19 32, 32 minus 2 30, 30 plus 5 35. തേർഡ് കോളം ആഡ് ചെയ്താലും ഫോർത്ത് ആഡ് ചെയ്താലും 35. ഇത് താഴേക്ക് ആഡ് ചെയ്താലും ഏത് കോളം ആഡ് ചെയ്താലും 35 ആയിരിക്കും. കോർണർ ആഡ് ചെയ്താൽ 35 ആയിരിക്കും. ഈ കോർണർ ആഡ് ചെയ്താലും 35 ആയിരിക്കും. 4 കോർണർ നമ്പർ ആഡ് ചെയ്താലും 35 ആയിരിക്കും. സെന്റർ നമ്പർ ആഡ് ചെയ്താലും 35 ആയിരിക്കും. ഇത് കണ്ടുപിടിച്ചത് ശ്രീനിവാസ രാമാനുജൻ എന്ന ഒരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്സ് എങ്ങനെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അതിൻ്റെ ട്രിക്സ് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.